തൊഴിൽ നികുതി വർധനവ്, ഹരിത കർമ്മസേനയുടെ യൂസർ ഫീ, നിയന്ത്രണങ്ങളില്ലാത്ത തെരുവ് കച്ചവടങ്ങൾ എന്നിവയ്ക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കോർപ്പറേഷൻ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ബാപ്പു ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾ ആരും തൊഴിൽ തന്നിട്ടല്ല ഞങ്ങൾ തൊഴിലെടുക്കുന്നത്, ഞങ്ങൾ സ്വയം കണ്ടെത്തിയതാണ്. മാത്രമല്ല ഞങ്ങൾ തൊഴിൽ കൊടുക്കുന്നവരാണ്. ആ തൊഴിൽ കൊടുക്കുന്നവരോട് ഞങ്ങൾ നികുതി പിരിച്ച്, നിങ്ങൾ തൊഴിൽ നികുതി പിരിച്ചിട്ട് അടയ്ക്കേണ്ടി വരുന്നു. ഞങ്ങളെ കയ്യിൽ നിന്ന് അടയ്ക്കണം. ഞങ്ങൾ തൊഴിൽ കൊടുക്കുന്ന തൊഴിലാളികളുടെ നികുതി ഞങ്ങൾ അടയ്ക്കണം. ഞങ്ങൾ കണ്ടുപിടിച്ച തൊഴിൽ, അതിന് തൊഴിലെടുക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ അടയ്ക്കണം. ഇതൊക്കെ എന്ത് ന്യായത്തിൻ്റെ ഭാഗമായിട്ടാണ്? ഇത്രയൊക്കെ ആയിട്ടും കണ്ടിട്ടും പറഞ്ഞിട്ടും പഠിക്കുന്നില്ലെങ്കിൽ ഇതുപോലുള്ള സമരം ഇതൊരു സൂചന മാത്രമാണ്. ഇന്ന് കേരളത്തിൽ നടക്കുന്നത് സൂചനാ സമരങ്ങളാണ്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ തരം സമരങ്ങൾ, ധർണാ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കേരളത്തിൻ്റെ മുക്കും മൂലയിലും എല്ലാ പഞ്ചായത്തുകളിലും ഈ സമരം നടന്നുകൊണ്ടുവരികയാണ്. എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെ ഇനിയും ദ്രോഹിക്കരുത്. ഇനിയും ഞങ്ങളെ ദ്രോഹിച്ചാൽ ഇതൊരു സൂചനയാണെന്ന് ഞാൻ പറഞ്ഞു. അടുത്തത് ഇനി ചിന്തിക്കാൻ പോകുന്നത്, ഞങ്ങൾ ഏതായാലും കടകൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങാടിയിൽ പോയി നോക്കിയാൽ അറിയാം എത്ര കടകൾ ഇവിടെ അടച്ചു പോയിട്ടുണ്ട്, എത്ര കടകൾ ദിവസവും അടഞ്ഞു പോവുകയാണ്. ഇന്ന് എൻ്റെ സുഹൃത്ത് രാവിലെ പറഞ്ഞ 4 കടകൾ അദ്ദേഹത്തിൻ്റെ യൂണിറ്റിൽ അടച്ചു പോവുകയാണ്. ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ താക്കോലാണ് ഞങ്ങളുടെ ആയുധം. ഞങ്ങൾ താക്കോലുമായിട്ട് വരാം, ഞങ്ങൾ താക്കോൽ ഇവിടെ സമർപ്പിക്കാം. ഞങ്ങൾ കട തുറക്കുന്നില്ല, ഞങ്ങൾ എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിച്ചോളാം, ഞങ്ങളുടെ താക്കോൽ ഇവിടെ തരാം. നിങ്ങൾ കച്ചവടം ചെയ്ത് നിങ്ങളിവിടെ ടാക്സ് അടിച്ചൊന്ന് കാണിച്ചു തരണം. ഈ തൊഴിൽ നികുതി മാത്രമാണോ? എന്തെല്ലാം ടാക്സുകൾ ഞങ്ങൾ അടയ്ക്കണം? GST അടക്കം. ജില്ലാ വൈസ് പ്രസിഡന്റ് മനാഫ് കാപ്പാട് അധ്യക്ഷനായ ചടങ്ങിൽ യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര മുഖ്യ പ്രഭാഷണം നടത്തി. സൗത്ത് മണ്ഡലം പ്രസിഡന്റ് സുഷൻ പൊറ്റക്കാട് സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ കുമാർ സ്വാഗതവും നോർത്ത് മണ്ഡലം പ്രസിഡന്റ് PVA സിദ്ദിഖ് നന്ദിയും പറഞ്ഞു. മേഖലാ കമ്മിറ്റി ഭാരവാഹികളും ലിങ്ക് റോഡ് യൂണിറ്റ് ഭാരവാഹികളും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ദായ് ബ്രോഡ്കാസ്റ്റിംഗ്.